Father in heaven. Oh, glory to you, my Father. Glory to you, my Lord Jesus. Glory to you, my Lord Jesus. Jesus, 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 my Lord, my God, my Jesus, my Savior, my Redeemer, my Healer, my Deliverer, Jesus. Oh, hallelujah, glory. Hallelujah, 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 hallelujah. സ്തുതിയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും അങ്ങേക്ക് മാത്രം. അപ്പാ അപ്പാ, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. അപ്പാ പിതാവേ, അപ്പാ 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 അപ്പാ. സ്തോത്രം സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. അപ്പാ പിതാവേ, അപ്പാ അപ്പാ അപ്പാ. Glory, 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 glory. എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. അവിടുന്നാണ് എന്റെ ദൈവം, അവിടുന്നാണ് എന്റെ പിതാവ്, അവിടുന്നാണ് എന്റെ ദൈവം. അപ്പാ അപ്പാ അപ്പാ. സ്തോത്രം 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 അപ്പാ, സ്തോത്രം അപ്പാ. പിതാവേ അങ്ങേക്ക് മഹത്വം അപ്പാ, മഹത്വം അപ്പാ. അപ്പാ ശക്തനായ ദൈവമേ, കർത്താവായ ദൈവമേ, യഹോവയായ ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്പിരിറ്റ് ജീസസ് അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. ഓ സ്പിരിറ്റ് ജീസസ് അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. അപ്പാ 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 അപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 അങ്ങേക്ക് മഹത്വം. നന്ദി ആരാധന നന്ദി ആരാധന ആരാധന ആരാധന. ഇളങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ. സ്തോത്രമപ്പാ. മഹത്വം 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 മഹത്വം. അപ്പാ അങ്ങേക്ക് മഹത്വം, അപ്പാ അങ്ങേക്ക് നന്ദി, അപ്പാ അങ്ങേക്ക് ആരാധന. അപ്പാ 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 അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. അധരങ്ങൾ തുറന്ന്, ഹൃദയം തുറന്ന്
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്വർഗം തുറക്കപ്പെടട്ടെ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. ഞങ്ങൾ മുട്ടി വിളിക്കുന്നു ദൈവമേ, നീതിമാനായ ദൈവമേ, ശക്തനായ ദൈവമേ. അപ്പാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം കൊണ്ട് ഭൂമി നിറയട്ടെ, അവിടുത്തെ മഹത്വം കൊണ്ട് ഭൂമി നിറയട്ടെ, അവിടുത്തെ മഹത്വം ഇറങ്ങി വരട്ടെ, അവിടുത്തെ ശക്തി ഇറങ്ങി വരട്ടെ. അപ്പാ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതന്റെ ശക്തി ഇറങ്ങി വരട്ടെ, സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, ദൈവശക്തി ഇറങ്ങി വരട്ടെ. അപ്പാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശത്രുക്കളും മുട്ടുമടങ്ങട്ടെ, എല്ലാ ശത്രുക്കളും നിലം പരിശാകട്ടെ, എല്ലാ ശത്രുക്കളും കീഴടങ്ങട്ടെ, സാത്താന ശക്തികൾ കീഴടങ്ങട്ടെ, അവന്റെ സാമ്രാജ്യങ്ങൾ തകരട്ടെ, അവന്റെ കോട്ടകൾ തകരട്ടെ, ദൈവരാജ്യം വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ, കർത്താവ് യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ, കർത്താവ് യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ, യേശു നാമം മഹത്വപ്പെടട്ടെ, കർത്താവ് യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശു കർത്താവാകുന്നു, യേശു കർത്താവാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവായ യേശുവേ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ളവനെ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദൈവപുത്ര, ദൈവപുത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, മഹത്വം, 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 മഹത്വം. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പിതാവേ, യേശുനാമത്തിന്റെ എല്ലാ ശക്തിയും, യേശുനാമത്തിന്റെ എല്ലാ അധികാരവും, യേശുനാമത്തിന്റെ എല്ലാ പ്രാഭവവും മഹത്വവും ഈ കൂടാരം മുഴുവനും നിറയട്ടെ, ഈ ദേശം മുഴുവൻ നിറയട്ടെ, ഈ ഭൂതലം മുഴുവൻ നിറയട്ടെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ അധികാരം, യേശുനാമത്തിന്റെ പ്രാഭവം കണ്ട് ഈ ഭൂതലം നിറയട്ടെ, ഈ ഭൂമുഖം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നപ്പാ. എല്ലാ മുട്ടും മടങ്ങുന്ന ഒരേ ഒരു നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന ഒരേ ഒരു നാമം, കർത്താവായ യേശുവിന്റെ നാമം, അധികാരമുള്ള നാമം. There is power, there is power, there is mighty power in the name of Jesus Christ of Nazareth. യേശുനാമത്തിന് അധികാരമുണ്ട്, യേശുനാമത്തിന് ശക്തിയുണ്ട്. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, സകല മുട്ടുകളും മടങ്ങട്ടെ, സകല മുട്ടുകളും മടങ്ങട്ടെ, എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, സാത്താൻ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാറിയ ശക്തികളും കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങ്. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരം ശക്തിയുള്ള ഒരേ ഒരു നാമം, ഒരേ ഒരു നാമം മാത്രം, അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. There is mighty power and authority in the name of Jesus Christ of Nazareth. Every knee should bow in heaven, on earth and under the earth at the name of Jesus Christ of Nazareth. And every tongue should confess that Jesus Christ is Lord, to the glory of God. Amen. Hallelujah. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, എല്ലാം അടിച്ചോട് സ്തുതിക്കട്ടെ, എല്ലാം കയ്യിൽ കൊട്ടിക്കൊട്ടെ സ്തുതിക്കട്ടെ. സ്തോത്രം, മഹത്വം, 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 മഹത്വം. അഗ്നി ഇറങ്ങി വരട്ടെ ദൈവമേ, അഗ്നി ഇറങ്ങി വരട്ടെ കർത്താവേ, അഗ്നി ഇറങ്ങി വരട്ടെ അപ്പോ, അഗ്നി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ സ്വതന്ത്രരാകട്ടെ, മറിയത്തിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ, ദൈവമക്കൾ സ്വതന്ത്രരാകട്ടെ, പുതിയ ഇസ്രായേൽ സ്വതന്ത്രരാകട്ടെ, സ്പിരിറ്റ് സ്വതന്ത്രമാകട്ടെ, ശക്തരാകട്ടെ, ധീരരാകട്ടെ. ഹല്ലേലൂയ, ഗ്ലോറിയ, 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 ഗ്ലോറിയ.
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങട്ടെ. Philippians 2:10-11 that words may become flesh now. കർത്താവിന്റെ വചനം മാംസമായി തീരട്ടെ. യേശുവിന്റെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ള ശക്തിയുള്ള ഒരേ ഒരു നാമം, അത് കർത്താവ് യേശുവിന്റെ നാമമാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറയും ചെയ്യുമെന്ന് സ്പിരിറ്റ് പ്രഖ്യാപിക്കുന്നു. വചനം മാംസം ധരിക്കട്ടെ. ഫിലിപ്പിയൻസ് 2:19 വചനം മാംസം ധരിക്കട്ടെ. ദൈവവചനം മാംസം ധരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങട്ടെ. എല്ലാ മുട്ടും മടങ്ങട്ടെ. എല്ലാ അധിപന്മാരും കീഴടങ്ങട്ടെ. സാത്താൻ കീഴടങ്ങട്ടെ. എല്ലാ അശുദ്ധാത്മാവും കീഴടങ്ങട്ടെ. എല്ലാ തലമുറയും കീഴടങ്ങട്ടെ. എല്ലാ പിശാചുകളും കീഴടങ്ങട്ടെ. ഈ ലോകത്തിന്റെ എല്ലാ ദൈവങ്ങളും കീഴടങ്ങട്ടെ. യേശു കർത്താവാണ്. യേശു കർത്താവാണ്. സാത്താൻ കീഴടങ്ങ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വചനം മാംസം ധരിക്കട്ടെ. വചനം മാംസം ധരിക്കട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ കർത്താവിന്റെ വചനം മാംസം ധരിക്കട്ടെ. ശത്രുക്കൾ പലായനം ചെയ്യട്ടെ. സാത്താനോടി മാറട്ടെ. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങണം. സകല മുട്ടിലും മടങ്ങണം. സാത്താനെ കീഴടങ്ങണം, 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 കീഴടങ്ങണം. ശത്രുക്കൾ കീഴടങ്ങണം. ഞങ്ങളുടെ ശത്രുക്കളെല്ലാം കീഴടങ്ങണം. സാത്താൻ കീഴടങ്ങണം. അടിമകൾ കീഴടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഗോഗും മകവും കീഴടങ്ങണം. ഗോഗും മകവും കീഴടങ്ങണം. യേശുവിന്റെ നാമത്തില് കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. സാത്താന്റെ ശക്തികളെല്ലാം കീഴടങ്ങട്ടെ. അവന്റെ സൈനികങ്ങൾ കീഴടങ്ങട്ടെ, 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 കീഴടങ്ങുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അവനെ കീർത്തി പിടിച്ച് സ്തുതിക്കുക. ദൈവത്തിന്റെ വചനം പുള്ളി പുള്ളി മാറ്റമില്ലാത്ത അവിടുത്തെ വചനം ജീവിക്കുന്ന അവിടുത്തെ വചനം മാംസം ധരിക്കട്ടെ. കർത്താവേ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന എല്ലാ നാരിക ശക്തികളും മുട്ടും മടക്കട്ടെ. കർത്താവേ, നിങ്ങളുടെ നാമത്തിലെല്ലാം വിട്ടും മാറട്ടെ. ദൈവമേ, എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. എല്ലാ തലമുറയും വിട്ടും മാറട്ടെ, കീഴടങ്ങട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അസ്വസ്ഥതകൾ കീഴടങ്ങട്ടെ, വിട്ടുമാറ. യേശുവിന്റെ നാമത്തിൽ ഓരോ മകനും മകളും ഓരോ കുഞ്ഞുങ്ങളും സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. Be free, be free, be free. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല ചങ്ങലയും അഴിഞ്ഞു വീഴട്ടെ. സകല ചങ്ങലയും അഴിഞ്ഞു വീഴട്ടെ. എല്ലാ ചണക്കയരും ഭക്തിയിൽ ചാമ്പലായി പോകട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. മനസ്സ് സ്വതന്ത്രമാകട്ടെ. ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. ശരീരത്തിന് സൗഖ്യമുണ്ടാകട്ടെ. ശരീരം സ്വതന്ത്രമാകട്ടെ. എല്ലാ ചങ്ങലയും അഴിഞ്ഞു വീഴട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടു മാറട്ടെ. അശുദ്ധാത്മാക്കൾ വിട്ടു മാറട്ടെ. ദുഷ്ടാത്മാക്കൾ വിട്ടു മാറട്ടെ. ദുരാത്മാക്കൾ വിട്ടു മാറട്ടെ. ഓരോ ശരീരവും സ്വതന്ത്രമാകട്ടെ. ശരീരത്തിന് അവയവങ്ങൾ സ്വതന്ത്രമാകട്ടെ. സ്തുതിക്കുന്ന ദൈവം, സ്തോത്രം, നന്ദി, മഹത്വം. പ്രിയപ്പെട്ടവരെ, ദൈവം ആവശ്യപ്പെടുകയാണ്, എളിമപ്പെടുക. യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായിട്ട് പരിഗണിച്ചില്ല. അവിടെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു. തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. ബുക്ക് ഓഫ് ഫിലിപ്പീൻസ്, ഫിലിപ്പി ലേഖനം 5 മുതൽ വായിക്കുകയാണ്. യേശു തന്നെ ശൂന്യനാക്കി ദാസനായി മാറി. നമ്മൾ കർത്താവ് നമുക്ക് തന്നെ ദാസരും ദാസിമാരുമായിട്ട് മാറാം. നമ്മളെ തന്നെ താഴ്ത്താൻ നമുക്ക്. എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ദൈവമേ, ഇതെല്ലാം അങ്ങയുടെ ദാനങ്ങൾ മാത്രമാണ്. എനിക്കൊന്നും അതും ഭാവിക്കാനായിട്ടില്ല കർത്താവേ. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനങ്ങൾ മാത്രമാണ്. എൻ്റെ കഴിവുകളെല്ലാം കർത്താവേ അങ്ങയുടെ ദാനങ്ങൾ മാത്രമാണ്. എൻ്റെ ആരോഗ്യമോ, എൻ്റെ സൗന്ദര്യമോ, എൻ്റെ പാണ്ഡിത്യമോ, എൻ്റെ വിദ്യാഭ്യാസമോ, എൻ്റെ സമ്പത്തോ, എനിക്ക് എന്തെല്ലാം ഉണ്ടോ, ഇതെല്ലാം എൻ്റെ കർത്താവിൻ്റെ ദാനങ്ങൾ മാത്രമാണ്. എനിക്ക് ലഭിച്ച സൗജന്യ ദാനങ്ങൾ ഞാൻ എന്തിനതിൽ അഹങ്കരിക്കണം? നമുക്ക് അഹങ്കാരത്തെ ഉപേക്ഷിക്കാം. പിഴുതറിയ അഹങ്കാരത്തെ കൈകൊടുത്ത് പിടിക്കാം സ്വർഗത്തിലേക്ക്. ഒരിക്കലും അഹങ്കാരത്തിൻ്റെ സിംഹം എന്നെ തൊടുവാൻ ദൈവം എന്നെ വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കാതിരിക്കട്ടെ. നമുക്ക് നമ്മൾ തന്നെ എളിമപ്പെടുത്താം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ദാനിയേലെ കാത്തിരുന്ന അടുത്ത സിംഹമാണ്, അഞ്ചാമത്തെ സിംഹമാണ് വ്യർത്ഥ ഭാഷണത്തിൻ്റെ സിംഹം. പക്ഷെ നിസ്സാരമായിട്ട് തോന്നും. ജ്ഞാനോത്തര പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നു, നിഷ്പ്രയോജനമായ മുറിവുറിവിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. എന്നിട്ട് പറയാം, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഇതെല്ലാം നേരത്തെ വരുന്ന നമ്മൾ പറഞ്ഞ വ്യർത്ഥമായ വാക്കുകൾ, കുറ്റ ആരോപണങ്ങൾ, പരദൂഷണങ്ങൾ, അപഖ്യാതികൾ, തിന്മ സംസാരിക്കുക, എല്ലാ തിന്മയും പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, അത് നാവിലൂടെ പുറത്തു വരുന്നു. അറിയാതെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്ന അനേകം തിന്മയുടെ വാക്കുകൾ, ലോകത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുന്നു, ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്നു. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ വിഴുങ്ങുന്ന സിംഹമാണെന്ന് ഓർക്കുക. അവിടെ നാവിനെ നിയന്ത്രിക്കുക, നന്മ സംസാരിക്കുക, വിശുദ്ധമായി സംസാരിക്കുക. ദാനിയേൽ ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവനായിരുന്നു. ഒരു വ്യർത്ഥ ഭാഷണത്തിനോ ഒരു കുറ്റ ആരോപണത്തിനോ കുറ്റമെത്തിക്കലിനോ ഒരിക്കലും ദാനിയേൽ തന്നെ വിട്ടുകൊടുത്തില്ല. വിശുദ്ധമായി ജീവിച്ചവൻ, വിശുദ്ധമായ അതരമുണ്ടായിരുന്നവൻ, നന്മ സംസാരിച്ചവൻ. നമുക്കത്താണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നെ വിഴുങ്ങിയിട്ടുള്ള കുറ്റാരോപണത്തിൻ്റെ, വ്യർത്ഥ ഭാഷണത്തിൻ്റെ, പെറുവെറുപ്പിൻ്റെ, കർത്താവേ, നുണപറച്ചിലിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള സിംഹമാണ് ദൈവം എന്നെ വിഴുങ്ങിയിട്ടുള്ളത്. എന്നെ വിടുവിക്കണമേ, മോചിപ്പിക്കണമേ. കൈ ഉയർത്തിപ്പിടിച്ച് തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറിയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എന്നെ വിടുവിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ കർത്താവേ. എൻ്റെ നാവിനെ നിയന്ത്രിക്കണമേ ദൈവമേ. എൻ്റെ നാവിൽ കുടിയിരിക്കുന്ന പാപത്തെ പിഴുതെറിയണമേ. എൻ്റെ നാമത്തിലുള്ള കോപത്തെ പിഴുതെറിയണമേ. എൻ്റെ നാമത്തിലുള്ള തിന്മ സംസാരിക്കുന്ന ദുഷ്ടശക്തികളെ പിഴുതെറിയണമേ കർത്താവേ. എൻ്റെ നാവിനെ സ്വതന്ത്രമാക്കണമേ. ദൈവത്തിൻ്റെ ദൈവിക കാര്യങ്ങൾ സംസാരിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവവചനം പ്രഘോഷിക്കുവാൻ നാവിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. സ്തുതിക്കുക. ഇത് അഭിഷേകം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയും വിട്ടു മാറട്ടെ, എല്ലാ തിന്മയും വിട്ടു മാറട്ടെ, വിശുദ്ധനായിട്ട് തീരട്ടെ, ശുദ്ധനായിട്ട് തീരട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഓരോ നാവ് സ്വതന്ത്രമാകട്ടെ. നാവിനെ വരെയുള്ള തിന്മ വിട്ടു മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ പിഴുതെറിയുന്നു, വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ പരാജയമാണ്. തിന്മ സംസാരിക്കുന്നു, കുറ്റാരോപണം നടത്തുന്നു, ഈശോയെ പ്രാർത്ഥിക്കുന്നു, നുണ പറയുന്നു. എല്ലാ തിന്മകളെ യേശു അത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയും വിട്ടു മാറട്ടെ കർത്താവേ. ഓരോ മക്കൾ സ്വതന്ത്രരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അടുത്ത 6-ാമത്തെ സിംഹമാണ് ലോകമോഹത്തിൻ്റെ സിംഹം. അനേകരെ വിഴുങ്ങുന്ന ഒരു സിംഹമാണ് ലോകമോഹം. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലോകമോഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ലോകമോഹം കുടുങ്ങി മനുഷ്യൻ അധപതിച്ച് വീണു പോവുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനം പഠിപ്പിക്കുന്നു, ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2:15, 1 ജോൺ 2:15. ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, ലോകത്തിൻ്റേതാണ്. എന്നിട്ട് പറയാം വചനം, ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരുടെയും ബലഹീനതയാണ്. ലോകത്തെ സ്നേഹിക്കുന്നു, ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കുന്നു. എൻ്റെ മനസ്സ് ലോകത്തിലെ വസ്തുക്കളുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. കർത്താവേ, എന്നെ വിടുവിക്കണമേ കർത്താവേ. ലോകത്തിലെ ഏത് വസ്തുവുമായിട്ടാണ്, ഏത് അവസ്ഥയുമായിട്ടാണ് എൻ്റെ മനസ്സ് ചേർന്നിരിക്കുന്നത്? പക്ഷേ ലോകത്തിലെ വ്യക്തികളോടുള്ള എൻ്റെ അമിതമായ ബന്ധം, ലോകത്തിലെ വസ്തുക്കളോടുള്ള TV, സിനിമകൾ, കാർട്ടൂണുകൾ, സീരിയലുകൾ, ഇൻ്റർനെറ്റ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, എൻ്റെ മണിക്കൂറും നിമിഷങ്ങളും സമയമെല്ലാം നശിപ്പിച്ച് കളയുന്ന ലോകത്തിൻ്റേതായ ഈ മാധ്യമങ്ങൾ, സമ്പത്തിനോടുള്ള, വസ്ത്രത്തോടുള്ള, ഷോപ്പിങ്ങിനോട്, സ്വർണ്ണാഭരണങ്ങളോട്, ഭക്ഷണത്തോട്, ഏതെല്ലാം വസ്തുക്കളോടാണ്, മദ്യത്തോട്, ജഡമോഹങ്ങളോട്. ദൈവം എവിടെയാണ് എൻ്റെ മനസ്സ് ഉടക്കിക്കിടക്കുന്നത്? എൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തി ദൈവം എന്നെ പിടിച്ചിട്ടിരിക്കുന്ന, എന്നെ കുടുക്കിൽപ്പെടുത്തിയിരിക്കുന്ന ഈ തിന്മയെ, ഈ സിംഹത്തെ കർത്താവെ എന്നിൽ നിന്ന് പിടിതെറിയണമേ, എന്നെ വിടുവിക്കണമേ കർത്താവേ. ഈ സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന്, ലോകമോഹം എന്ന സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കരുണ കാണിക്കണമേ. കൈ ഉയർത്തിപ്പിടിച്ച് തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ,
സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ കണ്ണുകളിലുള്ള ആസക്തികൾ, എൻ്റെ കണ്ണുകളിൽ കിടക്കുന്ന ലോകമോഹത്തോടുള്ള എൻ്റെ കണ്ണിലെ ആസക്തികൾ എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ. എന്നെ വിടുവിക്കണമേ കർത്താവേ. എന്നെ വിഴുങ്ങിയ ഈ സിംഹത്തിന് വിടുന്ന എന്നെ വിടുവിക്കണമേ കർത്താവേ. എല്ലാവരും ഉറക്കെ ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. എല്ലാ തിന്മയും വിട്ടു മാറട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ട യേശുവിൽ ബന്ധിക്കുന്നു. എല്ലാ അന്ധകാരത്തെ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടുമാറി യേശുവിൻ്റെ നാമത്തിൽ. ലോകമോഹങ്ങളെ ബന്ധിക്കുന്നു. എല്ലാ ഹൃദയത്തിൽ നിന്നും വിട്ടു മാറട്ടെ, കണ്ണുകളിൽ നിന്നും വിട്ടു മാറട്ടെ, മനസ്സിൽ നിന്നും വിട്ടു മാറട്ടെ, ചിന്തയിൽ നിന്നും വിട്ടു മാറട്ടെ, ശരീരത്തിന് അവയവങ്ങളെ വിട്ടു മാറട്ടെ, ഇന്ദ്രിയങ്ങളെ വിട്ടു മാറട്ടെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഏഴാമത്തെ സിംഹമാണ് നിരീശ്വരത്തിൻ്റെ സിംഹം. ദൈവനിഷേധം, ദൈവമില്ല എന്നുള്ള ചിന്താഗതികൾ, ദൈവത്തിനെതിരായ എല്ലാം അത് വരികയാണ്. പുരുഷൻ നിരീശ്വരവാദിയല്ല, പക്ഷേ ദൈവനിഷേധം. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നീ വിഴുങ്ങപ്പെട്ടവനാണെന്ന് ഓർക്കണം. നിന്റെ മേൽ സിംഹം താല്പര്യം വെച്ചിരിക്കുന്നു. അവൻ്റെ പല്ലുകൾ ഇത് നിന്നെ കടിച്ച് കീറുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. നിനക്കിടന്ന ദൈവനിഷേധം, ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ സംഭവിച്ചപ്പോൾ ദൈവത്തോട് തോന്നിയ വെറുപ്പ്, വിദ്വേഷം, അകൽച്ച, പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങൾ, പുരുഷ പണ്ട് കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അതല്ലെങ്കിൽ ദേവാലയമായ ബന്ധം വിട്ടു ഉപേക്ഷിച്ച് കളഞ്ഞത്, വിശുദ്ധ കുർബാന ഉപേക്ഷിച്ചത്, കുമ്പസാരം ഉപേക്ഷിച്ചത്, ബൈബിൾ വായന ഉപേക്ഷിച്ചത്, വ്യക്തിപരമായ പ്രാർത്ഥന ഉപേക്ഷിച്ചത്, പ്രതീക്ഷിക്കാത്ത തകർച്ച, മാനസിക തകർച്ചയുണ്ടായപ്പോൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്നുണ്ടായ ഒരു വലിയ തകർച്ചയിൽ അതിനെതിരായി സംഭവിച്ചപ്പോൾ എല്ലാ വിശ്വാസവും തകർന്നുപോയി, ദൈവനിഷേധമായിട്ട് മാറി. ഇതെല്ലാം നിരീക്ഷണത്തിൽ കടന്നു വരുന്നു. ദൈവമേ, ഈ സിംഹത്തിൻ്റെ പിടിയിൽ തന്നെ വിട്ടുവീക്കണമേ. ദാനിയേല് വലിയ ദൈവവിശ്വാസിയായിരുന്നു, ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു. അവൻ ദൈവത്തെ വിശ്വസിച്ചത് മാത്രമല്ല, ദാനിയേൽ ദൈവത്തെ സ്നേഹിച്ചവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദാനിയേൽ കുറ്റമറ്റവനായിരുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ എറിയപ്പെട്ടപ്പോൾ സിംഹങ്ങൾ നിശബ്ദമായി പോയി എന്ന്. പ്രിയമുള്ളവരെ, ദാനിയേലിൻ്റെ ദൈവവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ ഗാഢമായ സ്നേഹമായിരുന്നു. അവൻ ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിച്ചവനാണ് ദാനിയേൽ. തിരുവനന്തപുരത്ത് കേട്ടു, സങ്കീർത്തനം 91 നമ്മൾ കേട്ടതാണ്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവനായിട്ട് മാറണം. ദാനിയേൽ അപ്രകാരം നിന്നവനാണ്. അത്രമാത്രം ദൈവമായിട്ട് ബന്ധം ദാനിയേലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സിംഹത്തിനും ദാനിയേലിനെ തൊടുവാൻ കഴിഞ്ഞില്ല. ഈ 7 സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ഉള്ള ശക്തി നമ്മളിലുണ്ട്. വിളി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കണം. ഒരു സിംഹവും നമ്മൾ തൊടാൻ വരില്ല. ഹല്ലേലൂയ. നമുക്ക് കണ്ടെത്താം എവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്നേഹം നഷ്ടപ്പെട്ടതാണ്. ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയതാണ്. അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ വചനത്തിൽ നിറയണം. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം. കുദാശ ജീവിതം ഉണ്ടാകണം. പാപത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ വരാൻ അനുവദിക്കരുത്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ കുമ്പസാരം നടത്തി നമ്മൾ വിശദീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. നമുക്ക് കുറ്റമറ്റ ജീവിതം നയിക്കാൻ സാധിക്കും. നമുക്ക് ഉയർത്തിപ്പിടിക്കാം സുഖത്തിലേക്ക്. ഈ 7 സിംഹങ്ങൾ ഇതാ നാം തിരുവനന്തപുരം വായിക്കുകയാണ്. ദാനിയേൽ എറിയപ്പെട്ടപ്പോൾ 7 സിംഹങ്ങൾ അവിടെയുണ്ട്. ഒറ്റ സിംഹം പോലും അവിടെ ചലിച്ചില്ല. അത് കർത്താവല്ല അതിൻ്റെ വായടച്ചത്. ദാനിയേൽ കുറ്റമറ്റവനായിരുന്നത് കൊണ്ട് സിംഹങ്ങളുടെ വായ അടഞ്ഞുപോയി. ഒരു സിംഹത്തിന് പോലും ദാനിയേലിനെതിരെ ഒന്നും മുരളുവാൻ പോലും കഴിഞ്ഞില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനും കുറ്റമറ്റവനാകുമ്പോൾ എനിക്ക് ഈ വലിയ സംരക്ഷണം ദൈവം നൽകുക തന്നെ ചെയ്യും. എൻ്റെ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ വലിയ സംരക്ഷണം പ്രാപിക്കുവാൻ ഇടവരുത്തണമേ ദൈവമേ. അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവെ. എന്നിലുള്ള കുറവുകളെ കണ്ടെത്തുവാൻ, ഉപേക്ഷിക്കാൻ, ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ ആഴമായിട്ട് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ, എൻ്റെ തലമുറയുടെ പാപങ്ങൾ, ദൈവം എനിക്ക് കിടക്കുന്ന എൻ്റെ ശരീരത്തിൽ, എൻ്റെ അവയവത്തിൽ, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ കിടക്കുന്ന എല്ലാം അങ്ങ് പിഴുതെറിഞ്ഞുകൊണ്ട് എന്നെ വിശുദ്ധീകരിച്ച്, മനഃപൂർവ്വം എന്നോട് കരുണ തോന്നി എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി മാറ്റണമേ. ചുറ്റും നിൽക്കുന്ന ഈ 7 സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ, എന്നെ അവിടുന്ന് വിശുദ്ധീകരിച്ച് കുറ്റം അറ്റവനാക്കി മാറ്റണമേ.
ദാനിയേലിനെ പോലെ എന്നെ വിശുദ്ധീകരിക്കണമേ, ശക്തനാക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, ധീരനാക്കി മാറ്റണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഏറ്റു പറയാം. തുറന്ന് പിടിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ പൂർണ്ണമായി ഇവിടത്തേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ശരീരവും ഹൃദയവും മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളും ഞാൻ അടിയറ വയ്ക്കുന്നു. എൻ്റെ മേൽ കടന്നു വന്ന് എന്നെ വിശുദ്ധീകരിച്ച് എൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുക്കണമേ. എന്നെ ഭരിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നിയന്ത്രിക്കണമേ. ദൈവാത്മാവേ, എന്നിൽ വാസം ഉറപ്പിച്ച് എന്നെ വഴി നടത്തണമേ. ഓരോ നിമിഷത്തിലും അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. അവിടുത്തെ വരദാനങ്ങളാൽ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സമ്പന്നനാക്കണമേ. ദൈവാത്മാവേ, എന്നിൽ നിറയണമേ, എൻ്റെ ശരീരത്തിൽ നിറയണമേ. എൻ്റെ ശരീരം അവിടുത്തെ ആലയമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈ ശരീരത്തിന് മേൽ ദൈവാത്മാവേ അവിടത്തേക്ക് മാത്രമേ അധികാരമുള്ളൂവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം, പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം, നന്ദി, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെയും ധൈര്യത്തിൻ്റെ ആത്മാവ് എല്ലാവരും ആവശ്യിക്കട്ടെ, നിറയട്ടെ. അവിടുത്തെ പരിശുദ്ധി കൊണ്ട് മക്കൾ നിറയട്ടെ. കർത്താവേ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധി ഇറങ്ങി എല്ലാവരും ഹൃദയങ്ങളും നിറയുമാറാകട്ടെ. ഓ ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവൃത്തിയും പരിശുദ്ധനായിരിക്കുന്ന അവിടുത്തെ വചനം മാംസം ധരിക്കട്ടെ. കർത്താവേ സ്തുതിക്കുന്നപ്പോൾ നന്ദി ദൈവമേ, സ്തോത്രം. ഇരു കരങ്ങളെയും ശിരസിൽ വയ്ക്കാം. May the mighty power of the Holy Spirit come upon you, fill you, anoint you, empower you and strengthen you. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ നിറയട്ടെ, നിന്നെ ശക്തനാകട്ടെ, നിന്നെ ധീരനാകട്ടെ, നിന്നെ സോദരനാകട്ടെ. ബി ഫ്രീ ആൻഡ് ബി പവർഫുൾ. ശക്തനും ധീരനുമായിരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയട്ടെ, നിന്റെ ശരീരം മുഴുവൻ നിറയട്ടെ, ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ. ഒന്ന് ചേർന്ന്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൈകൾ അടിച്ചു കൊടുത്താൽ നന്ദി പറയാം.